ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് തയ്യാറാക്കുന്നത്. യൂറിക് ആസിഡ് മാറാനായിട്ട് നല്ല റിസൾട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. യൂറിക് ആസിഡ് ഉള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 100% സക്സസ് ഉള്ളൊരു കാര്യമാണ്. അവർ ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡ് കഴിച്ചതിന് 2 മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കറക്റ്റായിട്ട് യൂറിക് ആസിഡ് ഒരിക്കൽ വന്നവർ കറക്റ്റായിട്ട് പിന്നീട് ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വീണ്ടും വരുന്നതിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം വേദനയും നീരും ഒക്കെ സഹിക്കുന്ന അറ്റ് പ്രസൻ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ തഴുതാമയാണ്. തഴുതാമ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഉള്ള ഒരു ചേരുവയാണേ. കോമൺ ആയിട്ട് നമ്മുടെ പറമ്പിലൊക്കെ വളർന്നു നിൽക്കുന്നതാണ്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തഴുതാമ കിട്ടാവുന്നേ ഉള്ളൂ. ഞാൻ തഴുതാമയുടെ 2 തണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ തഴുതാമ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് പച്ചപ്പപ്പയാണ്. അത് നമ്മൾ അരിയുന്നതിനൊക്കെ മുമ്പ് തന്നെ, തൊലി ചെത്തുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കഴുകിയിട്ട് വേണം തൊലി ചെത്താനായിട്ട്. ഒരു ചെറിയ കഷ്ണം പപ്പങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു പാനിൽ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തഴുതാമയിലയും അതേപോലെ തന്നെ പപ്പങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്ലങ്ങ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ കഴിക്കുന്ന ഒരു ഡ്രിങ്ക് കാണിച്ചു തരാം. എൻഷുവർ എന്നാണ് ഒരു പേര്. ഇത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എൻഷുവർ. അപ്പോൾ എൻഷുവറിൻ്റെ റിവ്യൂ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രിങ്കാണ് നമ്മുടെ ബ്ലൂ ടീ. ശംഖുപുഷ്പം ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശംഖുപുഷ്പത്തിൻ്റെ വീഡിയോ തരാവേ. അപ്പോൾ നമ്മുടെ പപ്പങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് പലർക്കും ഡൗട്ടുണ്ടാകും. വെറും വയറ്റിൽ ഇത് കഴിക്കാവുന്നതാണ്. ആഹാരത്തിന് അരമണിക്കൂർ മുൻപായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷവും കഴിക്കാം കേട്ടോ. സമയം പ്രത്യേകം ശ്രദ്ധിച്ച് കഴിക്കുക. വെറും വയറ്റിൽ കഴിക്കുന്നത് ചിലർക്ക് പിടിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ആഹാരശേഷം കഴിക്കാനായിട്ട് നോക്കുക. ഇതൊരു 10 ദിവസം കഴിച്ചതിന് ശേഷം യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് നോക്കുക. യൂറിക് ആസിഡിൻ്റെ അളവിലെ മാറ്റങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വെള്ളത്തോടൊപ്പം തന്നെ നമ്മൾ സാധാരണ തിളപ്പിച്ചാറ്റിയ വെള്ളവും കൂടി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ധാരാളം തന്നെ വെള്ളം കുടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് പമ്പ കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവർ ആരൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. കിഡ്നി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ആയുർവേദ ഡോക്ടറിനെയോ മറ്റു നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതേപോലെ തന്നെ ഹൈ BP മരുന്ന് കഴിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് നമുക്ക് തഴുതാമ ഇല തോരൻ വെച്ചൊക്കെ കഴിക്കാം. അത് വളരെ നല്ലതാണ്. അയൺ കുറവുള്ളത് കൊണ്ട് വിളർച്ചയുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, കാഴ്ച കൂട്ടാനൊക്കെ ഈ തഴുതാമ നമുക്ക് തോരൻ വെച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ യൂറിക് ആസിഡിന് ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നില്ല. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ യൂറിക് ആസിഡ് വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്, റെഡ് മീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാർക്കും ഇതേപോലെ യൂറിക് ആസിഡ് കാണാറുണ്ട്. സ്ട്രെസ്സും നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെയൊക്കെ ഫലമായിട്ടും ഒക്കെ വരാറുണ്ട്. ലക്ഷണങ്ങളായിട്ട് കൂടുതൽ പേരും പറയുന്നത് ജോയിൻസിലുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദനയൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്ന് കാണിച്ച റെമഡി യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ വേദനകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടാകും. പിന്നെ ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡിനെ നമുക്ക് നിശേഷം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.